IPC സെക്ഷൻ 326A ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ IPC സെക്ഷൻ 326 ക്ലോസ് എ പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ആസിഡ് എറിഞ്ഞുകൊണ്ടോ പ്രയോഗിച്ചുകൊണ്ടോ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സ്ഥിരമോ ഭാഗികമോ ആയ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറിവോ ദേഹോപദ്രവമോ ഏൽപ്പിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രീതി പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് നേരെ ആസിഡ് എറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്താണ്? കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ IPC സെക്ഷൻ 326 ക്ലോസ് എ പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ആസിഡ് എറിഞ്ഞുകൊണ്ടോ ആസിഡ് എറിഞ്ഞുകൊണ്ടോ പ്രയോഗിച്ചുകൊണ്ടോ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സ്ഥിരമോ ഭാഗികമോ ആയ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറിവോ ദേഹോപദ്രവമോ ഏൽപ്പിക്കുവാനിടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രീതി പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിക്കു നേരെ ആസിഡ് എറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്താണ്? കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ IPC സെക്ഷൻ 326A പ്രകാരം ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും പിഴശിക്ഷയും ലഭിക്കും. അപ്പോൾ IPC സെക്ഷൻ 326A പ്രകാരം ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ എന്താണ്? പിഴശിക്ഷയും ലഭിക്കും. അപ്പോൾ IPC സെക്ഷൻ 326 ക്ലോസ് എ പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ IPC സെക്ഷൻ 326A പ്രകാരം ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും ലഭിക്കും.